മധ്യ തിരുവിതാംകൂറിലെ കർഷകർക്ക് ഇരുട്ടടിയായി പമ്പ ഇറിഗേഷൻ കനാലിലെ ജലവിതരണം നിലച്ചു. ഷട്ടറുകൾ തകരാറിലായതിനെ തുടർന്നാണ് മണിയാർ ഡാം അടച്ചതായാണ് പ്രതിസന്ധിക്ക് കാരണമായത്. മണിയാർ ഡാമിന്റെ 5 ഷട്ടറുകളും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതോടെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ജലവിതരണം നടത്തുന്ന പമ്പ ഇറിഗേഷന്റെ ഇടതുകര, വലതുകര കനാലുകളിലൂടെയുള്ള ജലവിതരണം മുടങ്ങി. വേനൽക്കാലത്ത് റാന്നി മുതൽ കുട്ടനാട് വരെ 420 കിലോമീറ്ററുകളിലെ 10,000-കണക്കിന് ഹെക്ടർ കൃഷിസ്ഥലത്തടക്കം ജലവിതരണം നടത്തുന്ന ഇടതുകര, വലതുകര കനാലുകളിൽ അപ്രതീക്ഷിതമായി വെള്ളം നിലച്ചതോടെ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. വേനൽ പതിവിലും കടുക്കുകയും അപ്രതീക്ഷിതമായി വെള്ളം നിലയ്ക്കുകയും ചെയ്തത് വലിയ നഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തടക്കം കനാൽ കടന്നുപോകുന്ന മിക്ക പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലാണെന്ന് മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി കുഴിക്കാല പറഞ്ഞു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇനി ജൂൺ മാസത്തിൽ മാത്രമേ ഈ വലിയ കനാലിൽ കൂടി വെള്ളം വിടുകയുള്ളൂ. ഏപ്രിൽ, മെയ് മാസം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേനൽ കടുക്കുന്ന സമയമാണ്. ഈ കനാലിൽ കൂടി വെള്ളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അനേകം കൃഷിക്കാരെ കൃഷി ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നേരിട്ട് നമ്മുടെ കിണറുകളെല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുകര, വലതുകര കനാലുകളും സബ് കനാലുകളും കൂടി പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് നേരിട്ടും അല്ലാതെയും പ്രയോജനം ലഭിക്കുന്ന വലിയൊരു ജല സംവിധാനമാണ്. അതിനെയാണ് ഒരാലോചനയോ തീരുമാനമോ പഠനമോ കൂടാതെ, ഒരു മുന്നറിയിപ്പും കൂടാതെ സർക്കാർ അടച്ച് ജനങ്ങളെയും കർഷകരെയും സമൂഹത്തെയും വലിയ ദുരിതത്തിൽ ആക്കിയിരിക്കുന്നത്. കനാലിൽ വെള്ളം നിലച്ചതോടെ ജൽജീവൻ പദ്ധതി അടക്കം പ്രതിസന്ധിയിലാണ്. പ്രദേശത്തെ കിണറുകൾ വറ്റി. കനാലിന് സമീപമുള്ള കിണറുകളിൽ നിന്നാണ് ടാങ്കറിൽ കുടിവെള്ളം ശേഖരിച്ച് വിതരണം ചെയ്തിരുന്നത്. എന്നാൽ കനാലിൽ വെള്ളമില്ലാതായതോടെ കിണറുകളിലെ ഉറവ് വറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ജലസേചന വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവരടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി കനാലിൽ ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും ബെന്നി കുഴിക്കാല ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബറിൽ പൂർത്തിയാക്കേണ്ട അറ്റകുറ്റപ്പണികളാണ് മണിയാറിൽ ഇപ്പോഴും നടക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് ഷട്ടറുകൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.